നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. അതിന് ഇതെന്റെ ബർത്ത്ഡേ അല്ല മധുശ്രീ. ആയിക്കോട്ടെ, ആരുടേതായാലും ഇനി ഒരു ബർത്ത്ഡേ ഉണ്ടായില്ലെങ്കിലും. അല്ല, ഇനിയൊരു ബർത്ത്ഡേ ആഘോഷം ഇതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാ ഞാൻ പറഞ്ഞത്. രണ്ടു കുട്ടികളുടെ ഒരുമിച്ച്. ഇതിപ്പോ എങ്ങോട്ടൊക്കെയാ പോകുന്നത്? മോളെ, എന്താ അമ്മേ? ആ കേക്ക് പീസ് അമ്മയ്ക്ക് തരുമോ മോളെ? അമ്മയ്ക്ക് ഞാൻ തന്നല്ലോ. അത് സാരമില്ല, ഇതിപ്പോ അമ്മയ്ക്ക് താ. അമ്മയ്ക്ക് വേറെ എടുത്ത് തന്നാ പോരെ? അത് പറ്റില്ല മോളെ, അമ്മയ്ക്ക് ഇത് തന്നെ വേണം. എങ്കിൽ ചെറി ഞാൻ എടുക്കും. എടുത്തോ. ദാ. ഇതെന്താണ് ഈ നടക്കുന്നത്? എനിക്കറിയോ. ഇതെവിടുന്നോ? കേക്ക് പീസിന്നാ. ഇത് ഞാൻ വിഷ്ണുവിന് കൊടുത്തല്ലേ. ഇത് എന്റെയാ. ഇന്ന് താ. ഇല്ല, തരില്ല. നിക്ക്. സത്യം നിക്ക്. സത്യം നിക്ക്. ഈ കുട്ടികളെന്താ ഓടിക്കളഞ്ഞത്? ഇനി കുട്ടികളുടെ കയ്യിലാണോ ചെറി? എന്നാ നന്നായി. രണ്ടിലേത് പോയാലും അവള് ശാലിനി നെഞ്ചു പൊട്ടിക്കരയും. എനിക്കത് കണ്ടാ മതി. ഈശ്വര, കുട്ടികള്. രോഹിത്തെ, കുട്ടികളെ കണ്ടോ? അവരാ റൂമിലേക്ക് പോയല്ലോ. ഞാൻ അവൾക്ക് ഒരാശംസ കൊടുത്തിട്ട് വരാം. എന്താ ശാലിനി, ഒരു പരിചയം ഇല്ലാത്ത പോലെ? ഒന്നുമില്ലേലും 6-7 വർഷത്തിന്റെ ബന്ധമില്ലേ നമുക്ക്? 6 അല്ല, 60 വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും പാമ്പിനെ പേടിക്കുക തന്നെ വേണം. ഏത് നിമിഷവും അത് ആഞ്ഞു കൊത്തും. ഇനി നമുക്കിടയിൽ എന്താ ശാലിനി ശത്രുത? വിഷ്ണുവിന്റെ താലിക്ക് വേണ്ടിയല്ലേ നമ്മൾ രണ്ടാളും മത്സരിച്ചത്? അതിനിടെ മണ്ണും ചാരി നിന്നവള് കപ്പും അടിച്ചോണ്ട് പോയി. ദേ അവള്. മത്സരം കഴിഞ്ഞു. ഒരാളെ വിജയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മത്സരാർത്ഥികളായി നിന്നിരുന്ന നമുക്കിടയിൽ ഇനി ശത്രുതയുടെ ആവശ്യമില്ല. പരസ്പരം കൈകൊടുത്ത് അവരവരുടെ വഴിക്ക് പിരിയാം. ആ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. നല്ല കുട്ടിയാ. വിഷ്ണുവിന് ചേരും, നിന്നെക്കാളും എന്നെക്കാളും. അല്ല, നമ്മളെപ്പോലെ സിവിൽ സർവീസിന്റെ ഭാരമൊന്നും ഇല്ലല്ലോ അവളുടെ തോളിൽ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അനാഥാലയത്തിലൊക്കെ വളർന്ന കുട്ടിയായതുകൊണ്ട് സത്യമ്മ പ്രതീക്ഷിക്കുന്ന പോലെ
ഒരു വീട്ടമ്മയായി അവൾ ഒതുങ്ങി നിന്നോളും. നീ ഇപ്പൊ കാർത്തികയെ പരിചയപ്പെട്ടതേ ഉള്ളൂ അല്ലേ? എന്ന് പറഞ്ഞ വഴി വെച്ച് ഒരു തവണ കണ്ടു. ഒരു വഴി ചോദിക്കുന്നതൊക്കെ അത്ര വലിയ പരിചയം പറയാൻ പറ്റുമോ? മധുശ്രീ, ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഏറെക്കുറെ അതിന്റെ ചിത്രം എനിക്ക് വ്യക്തമായി വരുന്നുണ്ട്. ആ ചിത്രം പൂർണ്ണമാകുന്നതിന്റെ അന്ന് നിന്നെ തേടി എൻ്റെ ഒരു വരവുണ്ടാവും. നീ എവിടെ പോയി വിളിച്ചാലും. നീ ഇപ്പോഴും എന്താ ശാലിനി എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ? ഇനി നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ചു നോക്ക്. ജില്ലാ കളക്ടർ അല്ലേ നീ? പോലീസും എക്സൈസും കസ്റ്റംസും ഇന്റലിജൻസും ഒക്കെ നിന്റെ നിയന്ത്രണത്തിലല്ലേ? അതും അല്ലെങ്കിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്. വീട്ടിലെ കൊല്ലാൻ AK-47 ആവശ്യമില്ല മധുശ്രീ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ശാലിനി മതി. അതും ജില്ലാ കളക്ടർ ശാലിനിയല്ല, ഈ രാജ്യത്തെ ഒരു സാധാ സിറ്റിസൺ ആയ ശാലിനി. വീട്ടലിയാണോ വ്യാളിയാണോ എന്നൊക്കെ കുഞ്ഞുങ്ങളിലൊന്ന് ചത്ത് മലച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കൊള്ളും ശാലിനി. മധുശ്രീയെ മുച്ചൂടും ചുട്ടുകളയാമെന്ന് നീ ഇപ്പൊ വ്യാമോഹിച്ചു. അതും കുറച്ചു നേരത്തേക്ക് മാത്രം. ഞാൻ ഇനി എന്തു പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം ശാലിനി. ഞാനിതെല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രം പറയാൻ വന്നതാ. അതും എന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന്. ഇറ്റ്സ് ഓവർ ശാലിനി. നമുക്ക് 3 പേർക്കും കൈ കൊടുത്ത് പിരിയാം. ഞാനും നീയും കാർത്തികയും. വിഷ്ണുവേട്ടൻ എന്റെ ലക്ഷ്യമല്ല മധുശ്രീ, എന്റെ മാത്രം സ്വപ്ന. എനിക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ദൂരം. അത് മറ്റാർക്കും സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ട് എനിക്ക്. ആ ഉറപ്പില എന്റെ പ്രാണവായു നിലനിൽക്കുന്നത്. ഇവിടെ വെട്ടിക്കീറ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ശാലിനി. വഴക്കടിക്കാനല്ല, ഒരാശംസ നേടാനാ ഞാനിപ്പോ വന്നത്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അവിസ്മരണീയമാകട്ടെ ഈ ദിവസം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. അതിന് ഇതെന്റെ ബർത്ത്ഡേ അല്ല മധുശ്രീ. ആയിക്കോട്ടെ, ആരുടേതായാലും ഇനി ഒരു ബർത്ത്ഡേ ഉണ്ടായില്ലെങ്കിലും. അല്ല, ഇനിയൊരു ബർത്ത്ഡേ ആഘോഷം ഇതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാ ഞാൻ പറഞ്ഞത്. 2 കുട്ടികളുടെ ഒരുമിച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.